നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ മാറ്റിത്തരാം. നിങ്ങളൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് അതൊരു ബിസിനസ് ആയിക്കോട്ടെ, എന്താ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഒരിക്കലും നിങ്ങളെ പരിചയമുള്ള ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് പരിചയമുള്ള റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല എക്സ്ക്യൂസസ് കണ്ടെത്തിയിട്ട് അത് നടക്കില്ല എന്ന് പറയാനായിരിക്കും പലരും മുൻകൈ എടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആരാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത കുറേ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും നിങ്ങളിൽ കൺവിൻസ്ഡ് ആവുക, നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയായിരിക്കും നിങ്ങൾ സക്സസ്ഫുൾ ആവാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ, നിങ്ങളെ അംഗീകരിക്കാതിരുന്നവരൊക്കെ വരും. എപ്പോൾ എന്ന് പറയും, നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മകനാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ അവരെ പ്രശംസിക്കാനായിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയും എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ചില സിറ്റുവേഷൻസിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും നല്ല ഫ്രണ്ട്സൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത് ഞാൻ എൻ്റെ സ്റ്റോറി വ്യൂസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എന്നെ പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റോറീസ് ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരാരും നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. ഞാനിവിടെ പറയുന്നതിനെ ഫോളോ ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല, പക്ഷേ നമ്മൾക്ക് അറിയുന്ന ഒരാൾ സക്സസ്ഫുൾ ആവുന്നതിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണ് പൊതുവെ മലയാളികൾ. ഈ വീഡിയോ നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.